ഇത് ട്രിവാൻഡ്രം കാട്ടാക്കടയാണ്. കെനൽ നെയിം ഓംകാർ പെറ്റ് ലൈഫ് എന്നാണ്. നമ്മളിവിടെ മെയിനായിട്ട് ബ്രീഡ് ചെയ്യുന്നത് ജർമ്മൻ ഷെപ്പേർഡാണ്. അപ്പം ഇത് പ്യുവർ ബ്ലാക്ക് ജർമ്മൻ ഷെപ്പേർഡാണ്. ഇവൻ്റെ പേര് മാർക്കോ എന്നാണ്. മാർക്കോ എന്നാണ് ഇവനെ ഇവിടെ കെനലിൽ വിളിക്കുന്നത് നമ്മൾ. ഇവൻ്റെ ഫാദറിൻ്റെ നെയിം അപ്പ എന്നാണ്. ഇവൻ്റെ ഫാദർ ജർമ്മൻ സീക്കർ ഷോ വിന്നറാണ്, വീറ്റോൽ വിന്നറാണ്. പ്യുവർ ബ്ലാക്ക് ബ്രീഡാണ്. അപ്പം പ്യുവർ ബ്ലാക്ക് ആയിട്ട് കിട്ടുന്ന ബ്രീഡ്സ് വളരെ കുറവാണ്. ഇപ്പം ബ്ലാക്കിന് ഭയങ്കര എൻക്വയറീസും കാര്യങ്ങളും ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട്. ഒരുപാട് പേര് മാറ്റിംഗ് പർപ്പസിന് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് സെയിൽസ് അത്യാവശ്യം നടക്കുന്നൊരു ബ്രീഡാണ്. അതേപോലെ ഷോ ക്വാളിറ്റി ഉള്ള ഒരു ഇത് വരുന്നൊരു ബ്രീഡ് കൂടെയാണ് ഇവർ. ലോങ് കോട്ടാണ്. അപ്പോൾ ലോങ് കോട്ട് ആയതുകൊണ്ട് മെയിൻ്റെനൻസ് നമ്മൾ ഇത്തിരി കാര്യമായിട്ട് നോക്കണം. ബാക്കി ബ്രീഡ്സ് പോലെ ഷോർട്ട് കോട്ട്സ് പോലെ അല്ല. ഇവർക്ക് നമ്മൾ വേണ്ട ട്രീറ്റ്മെൻറ്റ്സ് പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ ആ ഒരു ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവർക്ക് മെയിനായിട്ട് ഇവരുടെ ഹെയറാണ്. ഇവരുടെ ഹെയർ നമ്മൾ പ്രോപ്പറായിട്ട് കോമ്പിങ്ങും കാര്യങ്ങളും ഒക്കെ പ്രോപ്പറായിരിക്കണം. ഇപ്പം കോമ്പിങ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ കോമ്പിങ് പല രീതിയിലുള്ള ടൂൾസ് വെച്ചാണ് നമ്മൾ കോമ്പ് ചെയ്യേണ്ടത്. സാധാ ഒരു ഒറ്റ കോമ്പിങ് മെത്തേഡിൽ മാത്രം ചെയ്താലൊന്നും ഇവരുടെ കോട്ട് ക്ലിയർ ആവത്തില്ല. അപ്പം നമ്മൾ ബാക്കി ബ്രീഡ്സ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി നല്ല രീതിയിൽ കെയർ ചെയ്താൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി ഡോഗ്സിലുണ്ടാവും. പിന്നെ അതേപോലെ ഇവരുടെ ഫുഡ് ഹാബിറ്റ്സ് പറയുവാണെങ്കിലും എല്ലാം കഴിക്കുന്ന ബ്രീഡ്സാണ്. എല്ലാം കഴിക്കുന്നതാണ്. അങ്ങനെ വേറെ ഇന്ന ഫുഡ്സ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇവർക്ക് എല്ലാം ഇഷ്ടമുള്ളതാണ്. പിന്നെ കൂടുതലും അവർക്ക് മീറ്റിനോടാണ് ഇഷ്ടം കൂടുതലായിട്ട് വരുന്നത്. റൈസ് കുറയ്ക്കുക. റൈസ് ഇവർക്ക് അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അത് കാർബോഹൈഡ്രേറ്റ്സ് വലുതായിട്ട് വേണ്ട. ഇവർക്ക് വെജിറ്റബിൾസും പിന്നെ നമ്മൾ പംകിൻ, ക്യാരറ്റ്, ബീട്രൂട്ട് ഇതൊക്കെ വെജിറ്റബിൾസും പിന്നെ ചിക്കനാണ് ഇവർക്ക് മെയിനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം വെജിറ്റബിൾസിൽ നമ്മൾ ഫോക്കസ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കോട്ടിങ്ങിലൊക്കെ അതിൻ്റെ അനുസരിച്ചുള്ളൊരു വ്യത്യാസം നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു അസുഖം ആയിട്ട് വരുന്നവർക്ക് മെയിനായിട്ട് വരുന്നത് സ്കിൻ ഡിസീസാണ്. സ്കിൻ ഡിസീസ് വരാതിരിക്കുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഇവരുടെ കോമ്പിങ് മസ്റ്റായിട്ട് ഡെയിലി ചെയ്യുക. ഡെയിലി ഒരു 5 മിനിറ്റ്സ് മോർണിംഗ് ഈവനിങ് കോമ്പിങ് പ്രോപ്പറായിട്ട് ചെയ്യുക. പിന്നെ ഇവർക്ക് ഈ എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് വേണം ഇവരെ എപ്പോഴും നിർത്താൻ വേണ്ടിയുള്ളത്. ഇവർക്ക് ഹെയറിൽ ഈ വെള്ളം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്കിൻ കംപ്ലയിൻസ് വരാറുണ്ട്. അപ്പം നമ്മൾ ബാത്തിങ്ങിനെക്കാട്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം കോമ്പിങ് ആണ്. ബാത്തിങ് ഒരു 10 ഡേയ്സിൽ ഒരിക്കൽ നമുക്ക് ബാത്ത് ചെയ്താൽ മതി. ബാക്കി മെയിനായിട്ട് ചെയ്യേണ്ടത് കോമ്പിങ് തന്നെയാണ്. കോമ്പിങ്ങിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും, നല്ല ഷൈനി ആയിട്ടുള്ള ഹെയർസ് കിട്ടും. പക്ഷേ എല്ലാവരും വിചാരിക്കും ബാത്തിങ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. പക്ഷേ ബാത്തിങ് അല്ല, മെയിനായിട്ട് വേണ്ടത് കോമ്പിങ് ആണ്. ഒരു ഡെയിലി പ്രോപ്പറായിട്ട് കോമ്പ് ചെയ്യുന്ന ഒരു ഡോഗിനെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അവരുടെ ഹെൽത്ത് എത്ര സ്ട്രോങ് ആയിട്ടുള്ളതാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഈ ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുന്ന ബ്രീഡ് ഒരിക്കലും നമ്മൾ ഒരു ഗേജിലിട്ട് വളർത്താൻ പാടില്ല. അവരെ എപ്പോഴും അവരെ ഒരു വർക്കിംഗ് ഡോഗാണ്. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് എനർജറ്റിക് ആയിട്ടുള്ളൊരു ബ്രീഡാണ്. അപ്പം അവർക്ക് വേണ്ട എക്സസൈസും കാര്യങ്ങളും ഡെയിലി വേണം. അല്ലാതെ നമ്മളിപ്പം ഷെപ്പേർഡ് സെലക്ട് ചെയ്യുന്ന ഒരാൾ ഒരു കാരണവശാലും ഇവരെ അടച്ചിട്ട് വളർത്താനാണെങ്കിൽ ഒരു കാരണവശാലും മേടിക്കരുത്. കാരണം അവർക്ക് കുറച്ച് ഓടി നടക്കാനുള്ള ഒരു സ്ഥലവും പിന്നെ അവർക്ക് അറ്റാച്ച്മെൻറ്റ് മസ്റ്റായിട്ട് വേണ്ട ഒരു ബ്രീഡാണ്. ഇപ്പം നമ്മൾ അവരെ ഒരു ഡോഗിനെ മേടിച്ചിട്ട് വെറുതെ എവിടെയെങ്കിലും കൊണ്ട് ഇടുവാണെങ്കിൽ അവർക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടം കളിക്കുക, അറ്റാച്ച്മെൻ്റായിട്ട് എല്ലാവരുമായിട്ട് പോവുക, എന്നാൽ മാത്രമേ അവരും ഹാപ്പി ആയിട്ട് വരുന്നതായിട്ടുള്ളൊരു പ്രൊസീജിയർ ഉള്ളൂ. ഇതിൽ എല്ലാ ബ്രീഡ്സും ഷോ ഗ്രൗണ്ടിൽ വരുന്ന ഡോഗ്സാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. കാരണം ഗാർഡ് ഡോഗ് ആയിട്ട് പറയാനാണെങ്കിൽ ഇവരുടെ വെല്ലാൻ വേറൊരു ബ്രീഡ് ഇല്ല. അവരുടെ ഒരു കഴിവ് ഇപ്പം പോലീസിലായാലും മിലിറ്ററീസിലായാലും ഇവരെ സെലക്ട് ചെയ്യുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. അപ്പോൾ അവർക്കെല്ലാം ക്യാച്ച് ചെയ്യാനുള്ളൊരു കഴിവ് ജന്മനാ തന്നെ ഉണ്ട്. എല്ലാവരും ഇപ്പം ഷെപ്പേർഡിൻ്റെ പപ്പി ഉണ്ടോ എന്ന് ചോദിച്ച് വിളിക്കാറുണ്ട്. പക്ഷേ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെപ്പേർഡ് ജനിച്ച ഒരു 60 ഡേയ്സ് കഴിഞ്ഞ് മാത്രമേ ഒരു പപ്പിയെ സെലക്ട് ചെയ്യാവൂ. അതിൻ്റെ മദർ ലൈൻസ് നോക്കണം, ഫാദർ ലൈൻസ് നോക്കണം, ഫാദർ മദറിനും ജനറ്റിക് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പം പ്രോപ്പറായിട്ട് ഒരു പപ്പിയുടെ ക്വാളിറ്റി അറിയണമെങ്കിൽ മിനിമം ഒരു 60 ഡേയ്സ് കഴിയണം. അപ്പോൾ 45 ഡേയ്സ് 30 ഡേയ്സ് ആയിട്ടുള്ള പപ്പി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് വിളിക്കാറുണ്ട്. പക്ഷേ നമ്മളിവിടെ ഒരു 60 ഡേയ്സ് കഴിഞ്ഞ ഡോഗ്സിനെയാണ് കൂടുതലും കൊടുക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊരു 60 ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അവരുടെ ഹെൽത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്നോ എന്തെങ്കിലും ലിഗമെൻ്റ് പരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടോയെന്നോ എല്ലാം നമുക്ക് അറിയാൻ പറ്റണമെങ്കിൽ ഒരു മിനിമം ഒരു 60 ഡേയ്സ് കഴിയണം. ഷെപ്പേർഡിന് മെയിനായിട്ട് വരുന്ന ഒരു പ്രോബ്ലമാണ് ഹിപ്പ് ഡിസ്പ്ലേഷ്യ എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. അത് കൂടുതലും വരുന്നത് എക്സസൈസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതും എവിടെയെങ്കിലും അടച്ചിട്ടൊക്കെ വളർത്തുന്ന ഡോഗ്സാണ് ഹിപ്പ് ഡിസ്പ്ലേഷ്യ ഒക്കെ കൂടുതൽ വരുന്നത്. അതിപ്പോൾ ഫാദർ മദറിനും ഉള്ള ഡോഗ് ആണെങ്കിൽ
പപ്പീസിനും അത് വരാം. അപ്പം ഷെപ്പേർഡിൽ കൂടുതൽ പേരും വിളിച്ച് ചോദിക്കുന്ന അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത്. പക്ഷേ നല്ല ബ്രീഡേഴ്സിൻ്റെ നിന്ന് എടുക്കുന്നത്, ഇപ്പം നമ്മളെന്നല്ല നല്ല ബ്രീഡേഴ്സ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എപ്പോഴും ഒരു ഡോഗിനെ സെലക്ട് ചെയ്യുമ്പം കെനലിൽ പോയി ഫാദർ മദർ കാണുക, നല്ല ബ്രീഡാണോ എന്നോ ഫാദർ മദറിൻ്റെയും ഹെൽത്ത് നോക്കിയിട്ട് വേണം ഒരു പപ്പിയെ സെലക്ട് ചെയ്യാൻ. ഇതിൻ്റെ ഷെപ്പേർഡിൻ്റെ മെയിൻ ഹൈറ്റ് ഒരു മിനിമം ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 65 വരുന്നത്. ഒരു നമ്മൾ ഷോ ഗ്രൗണ്ടിൽ പോകുമ്പോൾ സെലക്ട് ചെയ്യുന്ന ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 65 റേഞ്ച് വരുന്ന ഹൈറ്റിലാണ് നോക്കുന്നവർ മെഷർമെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ ഇപ്പം നമ്മൾ ഷോ ഗ്രൗണ്ടിൽ വരുന്ന ഡോഗ്സിന് മെയിനായിട്ട് നോക്കുന്നതെന്ന് പറയുന്നത് ഇവരുടെ ടീത്ത് നോക്കും. ടീത്തിൻ്റെ ഇത് നോക്കാറുണ്ട്. പിന്നെ ഇവരുടെ ബോഡി ലാംഗ്വേജ് അവർ മെയിനായിട്ട് നോക്കുന്നത്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ളവരടുത്തെല്ലാം ഇവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വരുന്ന സമയത്ത് അവരുടെ ബിഹേവിയർ എങ്ങനെയാണ് അതിനനുസരിച്ച് ഇവർ മെയിൻറ്റെയിൻ പോകുന്നത്. അപ്പം പുറത്തുനിന്ന് വരുന്ന ഒരാൾ ഇവർക്ക് നേരത്തെ കാണുമ്പോൾ മനസ്സിലാവും. നല്ലൊരു വ്യക്തിയാണെങ്കിൽ അവരങ്ങനെ പ്രശ്നക്കാരാവത്തില്ല. പിന്നെ ഇപ്പം അവരുടെ അടുത്ത് അറ്റാച്ച്മെൻ്റ് ഉള്ളവരടുത്ത് അവരങ്ങനെ വേറെ പ്രശ്നമോ കാര്യങ്ങളോ നിലവിലില്ല. ഇതുവരെ അങ്ങനെ പ്രശ്നമൊന്നും വന്നില്ല. ഇവിടെ എല്ലാവരുമായിട്ടും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇത് മെയിൽ ഡോഗാണ്. ഇത് ഇയാൻ്റെ ഗ്രാൻഡ് സൺ ആണ്. ഇവൻ്റെ ലൈൻസിൽ വരുന്ന ഡോഗ്സും ജർമ്മൻ സീക്കർ ഷോ വിന്നിങ്ങിൽ VA1 വിന്നിങ് വന്നിട്ടുള്ള ഡോഗാണ്. അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നൊരു ഡോഗാണ് ഇവൻ്റെ ഫാദറൊക്കെ വരുന്നത്. ഇവനും സ്റ്റഡ് സർവീസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് എൻക്വയറീസ് വരുന്നുണ്ട്. പിന്നെ ഇവൻ്റെ കാര്യങ്ങൾ പറയുവാണെങ്കിലും ഇവന് വേറെ അഗ്രഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ലോങ് കോട്ടാണ്. ഫുഡ് ഹാബിറ്റ്സ് അങ്ങനെ വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇതുവരെ നിലവിലില്ല. ഇവർക്കും വെജിറ്റബിൾസൊക്കെയാണ് കൂടുതൽ ഇഷ്ടമുള്ളത്. ചിക്കൻ ഇഷ്ടമാണ്. ചിക്കൻ മീറ്റ് അങ്ങനെ ബീഫ് അങ്ങനെയുള്ള എല്ലാം കഴിക്കുന്നുണ്ട് ഇവർ. വേറെ ഇഷ്യൂസൊന്നും ഇവർക്കില്ല. അങ്ങനെ ഹെൽത്ത് വൈസ് ആയാലും ഇവർ ആക്റ്റീവാണ്. അല്ല വേറെ ഇപ്പം ഗാർഡ് ഡോഗായിട്ടും ഇവരെ സെലക്ട് ചെയ്യുന്നതാണ് മെയിനായിട്ട് എല്ലാവരും കൊണ്ടുപോകുന്നത്. പിന്നെ സ്വിമ്മിങ് വളരെ ഇഷ്ടമാണ് ഇവർക്ക്. സ്വിമ്മിങ് ആണ് ഇവരുടെ മെയിൻ. പ്ലേ ചെയ്യുന്നതിൽ അവർക്ക് ഏറ്റവും ഇഷ്ടവും സ്വിമ്മിങ് ആണ് അവർക്ക് ഇമ്പോർട്ടൻസ് വേണ്ടത്. സ്വിമ്മിങ് ചെയ്യുന്ന ഡോഗ്സിനൊന്നും അങ്ങനെ വേറെ ഹിപ്പ് ഡിസ്പ്ലേഷ്യ അങ്ങനത്തെ ഇഷ്യൂസൊന്നും കാര്യങ്ങളൊന്നും ഇതുവരെ വരാറില്ല. പിന്നെ ഗാർഡ് ഡോഗ് എന്ന് പറയുന്നതിന് ഉപരി ഫ്രണ്ട്ലി കൂടെയാണ് അവർ. അപ്പം ഗാർഡ് ഡോഗായിട്ട് മാത്രമല്ല ചൂസ് ചെയ്യുന്ന ആളുകൾ ഫ്രണ്ട്ലി ആയിട്ട് ചൂസ് ചെയ്ത് വളർത്തുന്നത്. പിന്നെ ഇവരെ ഒരു കാരണവശാലും ഈ ഫ്ലാറ്റുകളോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വളർത്താതിരുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡോഗ്സുമാണ്. നല്ല രീതിയിൽ അവർക്ക് പ്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നേരെ ഓടി കളിക്കാനോ കാര്യങ്ങളോ സ്ഥലങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അവരുടെ ഹെൽത്തിനെയൊക്കെ അത് ഒരുപാട് ബാധിക്കും. ഇത് നമ്മളെ പ്യുവർ ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ജെറ്റാണ് വരുന്നത്. പ്യുവർ ബ്ലാക്ക് ആണ്. ഇത് റെയർ കളറാണ്. ഇത് ബ്ലാക്ക് ആൻഡ് ടാനാണ് വരുന്നത്. ഇപ്പം ബ്ലാക്കിൻ്റെ ഡിമാൻഡ്സ് ഭയങ്കര കൂടുതലാണ്. അപ്പം ഇവനും അതേപോലെ എൻക്വയറീസ് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പം ബ്ലാക്ക് ആൻഡ് ടാൻ പണ്ട് മുതലേ ഉള്ള ഒരു കളറാണ്. പക്ഷേ ഇപ്പം ബ്ലാക്കിനാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ആയി വരുന്നത്. ബ്ലാക്ക് ആൻഡ് ടാനും പപ്പീസ് ഓംകാറിൽ അവൈലബിൾ ആണ്. പക്ഷേ ഒരുപാട് പേര് ബുക്കിംഗ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പപ്പീസ് വേണമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഡോഗ്സ് തന്നെ നമുക്കിപ്പം ഒരുപാട് പേരിങ്ങനെ പറയുന്നത് കേട്ട് നമ്മളിപ്പം ചെറിയൊരു ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഇവിടെ ചെയ്യുന്നുണ്ട്. കാരണം അത്യാവശ്യം ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്ലേസ് ആയതുകൊണ്ട് അവർ ദൂരോട്ടുള്ള യാത്ര കാര്യങ്ങൾ പോകുന്ന സമയത്ത് നമുക്ക് ഹോസ്റ്റലിൽ ഇവിടെ തന്നെയാണ് അവർ വിട്ടിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒബീഡിയൻസ് ട്രെയിനിങ്, ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഒബീഡിയൻസ് ട്രെയിനിങ് നമ്മൾ ഹോംകാറിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജർമ്മൻ ഷെപ്പേർഡായിട്ടുള്ളത് നമുക്ക് 2 മെയിലും 2 ഫീമെയിലാണ് ഉള്ളത്. 2 മെയിലും സെറ്റ് സർവീസ് ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും മാറ്റിംഗ് പർപ്പസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഫോ ഇവിടെ വിളിച്ചാൽ മതി. 2 മെയിൽസ് അവൈലബിൾ ആണ്. ഓംകാറിൽ മെയിനായിട്ട് ബ്രീഡ് ചെയ്യുന്നത് ജർമ്മൻ ഷെപ്പേർഡും സൈബീരിയൻ ഹസ്കിയുമാണ്. KCI സർട്ടിഫൈഡ് ഡോഗ്സ് ആണ്. 2 പേരും KCI സർട്ടിഫൈഡ് ഡോഗ്സ് ആണ്. സർട്ടിഫൈഡ് പപ്പീസ് മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഹോസ്റ്റൽ ചെയ്യുന്നത് അറ്റ് എ ടൈം നമ്മൾ കുറച്ച് ഹോസ്റ്റൽസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് റെക്കമെൻഡേഷൻ പറയുന്ന കുറച്ച് പേരുണ്ട്. നമ്മളുടെ ഡോഗ്സിനാണ് കൂടുതൽ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പം നമ്മളുടെ ഡോഗ്സ് ബ്രീഡിങ്ങും കാര്യങ്ങളും അങ്ങനെയാണ്. പിന്നെ കുറേ പേരുടെ ഇഷ്ടം വന്ന് കെനൽ കണ്ട് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഒരുപാട് പേര് ഇവിടെ ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റീസ് വേണമെന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ കുറച്ച് ഹോസ്റ്റൽ ഫെസിലിറ്റീസും കൂടെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അതിൻ്റെ കൂടെ ഒബീഡിയൻസ് ട്രെയിനിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഷെപ്പേർഡ്, ഹസ്കി, ലാബർ ഡോഗ് അങ്ങനെയുള്ള ബ്രീഡിൻ്റെ ഒബീഡിയൻസ് ട്രെയിനിങ് ഇപ്പം നിലവിലിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പം നമ്മളുടെ കെനൽ വരുന്നത് ട്രിവാൻഡ്രം കാട്ടാക്കടയാണ്. അപ്പം ഒരുപാട് പേര് സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ഒരു ഡിസ്റ്റൻസിൻ്റെ ഇഷ്യൂസ് പറയുന്നത് കൊണ്ട് നമ്മൾ പിക്ക് ആൻഡ് ഡ്രോപ്പ് ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം ആർക്കെങ്കിലും എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മളുടെ വെഹിക്കിൾ തന്നെ വന്ന് AC വെഹിക്കിളാണ് വീട്ടിൽ വന്ന് ഡോഗ്സിനെ പിക്ക് ചെയ്ത് തിരിച്ച് അതേപോലെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പിക്ക് ആൻഡ് ഫെസിലിറ്റീസും ഇപ്പോൾ കെനലിൽ അവൈലബിൾ ആണ്.